Hello students, today we are discussing the second part of our equilibrium chapter. കഴിഞ്ഞൊരു സെക്ഷനിൽ നമ്മൾ ഇക്വിലിബ്രിയം എന്ന പാഠത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ പാർട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാർട്ട് 2 കാണുന്നതിന് മുമ്പ് പാർട്ട് 1 കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സെക്ഷൻ കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വിലിബ്രിയം എന്ന പാഠം എന്താണെന്നും അതിലെന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു പാഠം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ഇതൊരു ബുദ്ധിമുട്ടുള്ള പാഠമാണ്, ടഫായ പാഠമാണെന്ന് കുട്ടികൾ കൂടുതലായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അതൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം. നമ്മളൊരു ഫസ്റ്റ് പാർട്ടിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് 2ലേക്ക് നിങ്ങൾ വരിക. നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ടിൽ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് തുറന്നു പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഈ രണ്ട് ടോപ്പിക്കുകളാണ്. ആദ്യം കൊടുത്തിട്ടുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ബേസിക്കായ കാര്യങ്ങൾ ആദ്യം പറയുകയും ശേഷം നമ്മൾ ഈ രണ്ട് ടോപ്പിക്കുകൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ളതും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളതും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഗ്യാഷ്യസ് സിസ്റ്റത്തിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായി. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും കേസ്. ഒരു കെമിക്കൽ എടുത്താൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കേസ്. അത് നമ്മൾക്കൊരു 3 രീതിയിൽ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. നമ്മൾക്ക് ഈ ഒരു 2 ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യനും ഈ 3 ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യനും ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്, വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതിൽ കൂടുതലായി വെയിറ്റേജ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 ടോപ്പിക്കുകളാണ്, ആസിഡിൻ്റെയും ബേസിൻ്റെയും കേസസ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു 3 ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത് ആസിഡിനെയും ബേസിനെയും കുറിച്ചിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പല കാര്യങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പറയും ഒരു കെമിക്കൽ ഈ ഒരു സാധനം ആസിഡ് ആണെന്ന് പറയും, അല്ലേ? H2SO4 അതൊരു ആസിഡ് ആണെന്ന് പറയും. എല്ലാ H2SO4 നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ആസിഡ് ബേസസ്, അത് ആസിഡാണ്, സൾഫ്യൂരിക് ആസിഡ്, അങ്ങനെ പല പേരുകളിലായിട്ട് പല സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്തുകൊണ്ടാണ് ഒരു സംഭവത്തിന് ആസിഡ്, എന്താണ് ഒരു സംഭവത്തിന് ബേസ് എന്നുള്ളതൊക്കെ പറയാനുള്ള കാരണം എല്ലാവരും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ആസിഡ് ബേസ് പഠിക്കണ കേസുകൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആസിഡിനെയും ബേസിനെയും ഓരോരോ സയൻറ്റിസ്റ്റിൻ്റെ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ടോപ്പിക്കിൽ പറയാണ് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അറീനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞ ബേസിൽ ആസിഡ് എന്താണ് ബേസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അറീനിയസ് പറയാണ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, ബേസ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അറീനിയസ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ ആസിഡ് എന്താണ് ബേസ് ആണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കും. അതിനുശേഷം ബ്രോൺസ്റ്റൺ ലോറി കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അറീനിയസ് കൺസെപ്റ്റിന് ലിമിറ്റേഷൻ ഉണ്ട്. അവൻ പറയുന്നതല്ല, ബ്രോൺസ്റ്റൺ ലോറി കൺസെപ്റ്റ് ആസിഡ് ബേസിന് പുതിയൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതൊരു മെത്തേഡ് പറയും. അത് കഴിഞ്ഞതിന് ശേഷം ലൂയിസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അവരുടേതായ ലൂയിസ് കൺസെപ്റ്റിൽ ഒരു ആസിഡ് ബേസ് എന്ന് പറഞ്ഞത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 3 എക്സ്പ്ലനേഷനും പഠിക്കണം. അറീനിയസ് കൺസെപ്റ്റിൻ്റെ ബേസിൽ ആസിഡ് എന്താണ് ബേസ് എന്താണ് നമുക്ക് ഫസ്റ്റ് പഠിക്കണം. സെക്കൻഡ് ബ്രോൺസ്റ്റൺ ലോറി കൺസെപ്റ്റിൽ ആസിഡ് എന്താണ് ബേസ് എന്താണെന്ന് പഠിക്കണം. ലൂയിസിൻ്റെ ബേസിൽ, ലൂയിസ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ബേസിൽ ആസിഡ് എന്താണ് ബേസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ ഫസ്റ്റ് 3 കളക്ഷൻ ഓഫ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഈ ഒരു 3 ടോപ്പിക്ക് നമുക്ക് ഇത് ക്ലിയർ ആയി പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ക്ലാസ് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോകാം. അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് അല്ലെങ്കിൽ അറേനിയസ് എന്നൊക്കെ വായിക്കാറുണ്ട്. സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് അറീനിയസ് എന്നുള്ളത്. അറീനിയസ് കൺസെപ്റ്റിൽ ആസിഡ് എന്താണ് ബേസ് എന്താണെന്ന് പഠിക്കണം നമ്മൾ. അറീനിയസ് കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് അഥവാ അറീനിയസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആസിഡ് ആർ സബ്സ്റ്റൻസ്, അത് ആസിഡ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആണ്, വിച്ച് ഗിവ് ഹൈഡ്രജൻ അയോൺ. ഹൈഡ്രജൻ അയോണിനെ തരണ സബ്സ്റ്റൻസിനെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ഓർ ഹൈഡ്രോണിയം അയോൺ. H3O+ പറഞ്ഞ പേരാണ് ഹൈഡ്രോണിയം അയോൺ. H+ പറഞ്ഞ പേരാണ് ഹൈഡ്രജൻ അയോൺ. അത് അയോൺ എന്ന് പറയാൻ അതൊരു ചാർജ്, അതിന് മേലൊരു ചാർജ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അയോൺസ് എന്ന് പറയും. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് കൊടുക്കാം, അല്ലെങ്കിൽ OH-. ഇത് OH എന്ന് പറഞ്ഞാൽ അയോൺ ആണ്, അഥവാ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് അയോൺ. അതാണ് നമ്മൾ സിമ്പിളായിട്ട് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ്രജൻ്റെ അയോൺ ആണ്. ഇവിടെ ഉള്ളത് ഹൈഡ്രോണിയം അയോൺ ആണ്. ഇവിടെ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് അറീനിയസ് പറയാണ്
ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ ദി സബ്സ്റ്റൻസ് ആണ് വിച്ച് ഗിവ് ദ ഹൈഡ്രജൻ അയോൺ ആൻഡ് ഹൈഡ്രോണിയം അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രജൻ അയോണിനെയോ ഹൈഡ്രോണിയം അയോണിനെയോ ഗിവ് തരുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. അറീനിയസിൻ്റെ കൺസെപ്റ്റിൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അയോണിനെയോ ഹൈഡ്രോണിയം അയോണിനെയോ തരുന്ന ആൾക്കാർക്കാണ് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ പറയാണ് ബേസസ് ആർ ദി സബ്സ്റ്റൻസ് വിച്ച് ഗിവ് ഹൈഡ്രോക്സിൽ അയോൺ അല്ല OH- അയോൺ. അഥവാ OH- അയോണിനെ തരുന്ന ആൾ ബേസും H+ അയോണിനെ തരുന്ന ആൾ ആസിഡും. കൃത്യമായി മനസ്സിലാക്കുക. അറീനിയസ് കൺസെപ്റ്റിൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് തരും? അവൻ H+ തരും, അല്ലെങ്കിൽ H3O+ തരും. കൃത്യമായി നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ അറീനിയസ് പറയാണ് അവൻ OH- തരും, ഗിവ്. അവൻ OH- റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തരുന്നുണ്ട്, ഔട്ട്പുട്ടായിട്ട് തരുന്നുണ്ട്, പ്രൊഡക്റ്റായിട്ട് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ബേസ് ആണ് എന്നുള്ളതാണ് അറീനിയസ് കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ ഓരോ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ആസിഡ് എന്താണ്, ബേസ് എന്താണെന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത് H+ അയോൺസിനെ തരുന്ന ആൾക്കാർ ആസിഡ് എന്നും OH- തരുന്ന ആൾക്കാർ ബേസ് എന്നാണ് പറയുന്നത്. എപ്പോൾ എന്നുള്ള കാര്യം കൂടെ പഠിക്കുക. എപ്പോഴാണ്? ഇൻ അക്വസ് സൊല്യൂഷൻ. അഥവാ നമ്മളെ കയ്യിൽ ഒരു കെമിക്കൽ ഉണ്ട്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ അക്വസ് സൊല്യൂഷനിൽ അഥവാ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവൻ H+ ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ആസിഡാണ്. കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അല്ല അവൻ OH- ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ബേസ് ആണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങൾക്ക് പോവാം. നമ്മൾ HCl എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ എടുത്തു. HCl-നെ ഞാൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തോ അക്വസ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തു. വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണതിന് അക്വസ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാന്ന് പറയാം. അപ്പോൾ വെള്ളം ഞാൻ എന്ത് HCl-ക്ക് ആഡ് ചെയ്തു. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്ന സമയത്ത് അവൻ H3O+ഉം Cl- ആയി മാറും. എന്താ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ H3O+ കിട്ടിയില്ലേ? H3O+ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്താണ്? H3O+ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആസിഡാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു HCl എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ആസിഡാണ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ അറീനിയസ് കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു കെമിക്കൽ ആസിഡാണോ ബേസ് ആണോ നോക്കുക. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു കെമിക്കൽ നമ്മൾക്ക് H3O+ഓ അല്ലെങ്കിൽ H+ ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ആസിഡാണ്. നമ്മൾ ഈ HCl എന്ന് പറഞ്ഞത് വെള്ളത്തിനായിട്ട് കൂടി ചേർത്തു. അഥവാ വെള്ളം നമ്മൾക്ക് HCl അക്വസ് സൊല്യൂഷനൊപ്പം നമ്മളൊരു കെമിക്കൽ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത സമയത്ത് H3O+ കിട്ടി. അങ്ങനെയാണെങ്കിൽ അവൻ ആസിഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അക്കോർഡിംഗ് ടു അറീനിയസ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. നമ്മളെ കയ്യിൽ NOH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ എന്ന് വിചാരിക്കാം. ഈ NOH-ലേക്ക് ഞാൻ എന്ത് ചെയ്യും? H2O വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ? Na+ഉം കിട്ടി, OH- കിട്ടി. ഈ OH- കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആസിഡ് ആണോ ബേസ് ആണോ? OH- കിട്ടിക്കഴിഞ്ഞാൽ അവൻ ബേസ് ആണ്. അറീനിയസ് കൺസെപ്റ്റ് പറയാണ്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷനിൽ പറയാൻ പറ്റും ഈ NaOH എന്ന് പറഞ്ഞാൽ ബേസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? അവൻ വെള്ളത്തിന് ആഡ് ചെയ്തപ്പോൾ OH- ആണ് തന്നത്. HCl വെള്ളത്തിനിട്ട് ആഡ് ചെയ്തപ്പോൾ എന്താ തന്നത്? H3O+ പറഞ്ഞത്. അതുകൊണ്ട് HCl ആസിഡാണ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൃത്യമായി ആ പറഞ്ഞ സെൻറ്റൻസ് കൃത്യമായി പഠിക്കുക. ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ ആര് തരുന്നതാണ്? H+ തന്നാൽ അവൻ ആസിഡാണ്, OH- തന്നാൽ അവൻ ബേസ് ആണ്. കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് ചടപ്പിക്കണില്ല. ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾ പഠിക്കണം. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. റിയാക്ഷൻ തന്നിട്ട് അവൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറീനിയസ് കൺസെപ്റ്റ് വെച്ച് ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കണം അവിടെ കിട്ടിയിട്ടുള്ള H+ ആണോ OH- ആണോ എന്നുള്ളത് റിയാക്ഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവണം. ഈ ഒരു അറീനിയസ് കൺസെപ്റ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ അറീനിയസ് കൺസെപ്റ്റ് എല്ലാത്തിൻ്റെയും കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് ഇതിൻ്റെ കേസ് ലിമിറ്റേഷനിലേക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. ലിമിറ്റേഷൻ. ദിസ് കൺസെപ്റ്റ് ഇസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിൽ മാത്രമേ ഇതിൻ്റെ കേസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു കെമിക്കൽ കയ്യിലുണ്ട്, അവനെ വെള്ളത്തിൽ കിട്ട് നോക്കിയാൽ മാത്രമേ അവൻ ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ നോക്കേണ്ട സാഹചര്യം അറീനിയസ് വെച്ചിട്ട് അക്വസ് സൊല്യൂഷനിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അക്വസ് സൊല്യൂഷന് മാത്രം, വെള്ളത്തിനായിട്ട് റിയാക്ഷൻ നടക്കുന്ന റിയാക്ഷനിൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ കെമിക്കലും വെള്ളത്തിനായിട്ട് റിയാക്ട് ചെയ്യണമെന്നുണ്ടോ? വെള്ളത്തിൽ റിയാക്ട് ചെയ്ത് പൊട്ടിത്തെറിക്കുന്ന കെമിക്കൽസ് ഇല്ലേ? അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റണമെന്നില്ല. സോ പല മോളിക്യൂൾസിനെ ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ അറീനിയസ് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലേ. നമുക്കൊരു കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അത് എല്ലാത്തിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുതിയ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോകും. ഈ ഒരു NH3-ൻ്റെ കേസിലുള്ള ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല ഈ അറീനസ് കൺസെപ്റ്റ് വെച്ചിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്, ദി ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ് ആൻഡ് ബേസ്. അഥവാ ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുമാർ അവർ എന്ത് ചെയ്യാണ്, രണ്ട് കൺസെപ്റ്റ് കൊണ്ടാണ് ആസിഡ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റ് കൃത്യമായിട്ട് എന്താണ് പഠിക്കണം, ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് പഠിക്കണം. എന്നിട്ട് രണ്ടാമത്തെ നോട്ടും അതേപോലെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പഠിക്കാം. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ പറയാണ്, ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയാണ്, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഇവരെ പ്രകാരമുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് പറയാണ്, ആസിഡ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+, ബേസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. അതാ ഒരു സംഭവം ആസിഡ് ആണെങ്കിൽ അവൻ പ്രോട്ടോ ഡൊണേറ്റ് ചെയ്യുന്ന ആളായിരിക്കും, പ്രോട്ടോ ഡോണേഴ്സ് ആയിരിക്കും. ഒരു സംഭവം ഒരു കെമിക്കൽ ബേസ് ആണെന്ന് പറയണമെങ്കിൽ അവൻ H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും, അഥവാ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോൺ എന്നുള്ളതുള്ളൂ, അതുകൊണ്ട് H+ ഒരു പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് പ്രോട്ടോണിനെ അല്ലെങ്കിൽ H+നെ അവൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബേസ് ആണെന്നും H+നെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ആസിഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൻ്റെ പ്രകാരം നമ്മൾ പഠിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. അഥവാ ആസിഡ് എന്ന് പറയുന്നത് അവൻ ഡൊണേറ്റ് ചെയ്യും. ആരെ ഡൊണേറ്റ് ചെയ്യും? H+നെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവൻ ആസിഡാണ്. ബേസ് ആണ് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ആര് അക്സെപ്റ്റ് ചെയ്യും? H+നെ അക്സെപ്റ്റ് ചെയ്യും. H+ അല്ലെങ്കിൽ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു ലൈൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് എന്നും, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണെന്നുള്ളതും പഠിക്കുക. നമ്മൾ റിയാക്ഷൻ വെച്ചിട്ട് ആ കാര്യം നോക്കും. നമ്മളിവിടെ NH3നെ റിയാക്ഷൻ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ അറീനിയസ് കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് NH3നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ബേസ് ആണോ ആസിഡ് ആണോ ഇവിടെ എന്താണ് നടക്കണേ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് പ്രകാരം പറയുകയാണ്, NH3H2 ഒക്കെ ആഡ് ചെയ്യാണ്. NH3H2 ഒക്കെ ആഡ് ചെയ്യാണ്. അമോണിയ വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് കിട്ടുക NH4+ ആൻഡ് OH- ആണ്. അപ്പോൾ നമുക്ക് നോക്കുക, റിയാക്ഷൻ നോക്കുക. ഈ NH3 എന്താ ചെയ്തിട്ടുള്ളത്? H+ന് NH3യിൽ 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നുള്ളൂ. റിയാക്ഷൻ കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഒരു NH3ക്ക് എന്തിട്ട് ഒരു ഹൈഡ്രജൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ NH3 എന്ന് പറഞ്ഞ ആൾ ഒരു H+നെ സ്വീകരിക്കുക ചെയ്തിട്ടുള്ളത്. ഈ ഒരു H+നെ NH3 സ്വീകരിച്ചു, H+നെ സ്വീകരിച്ചു, എന്നിട്ട് NH4 ആയി. ഇവിടെ H2O എന്ന് പറഞ്ഞ ആൾ ഒരു H+നെ വിട്ടുകൊടുത്തു, ലോസസ് പ്രോട്ടോൺ വിട്ടുകൊടുത്തു, OH- ആയി. അപ്പോൾ ഈ ഒരു H2O എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. H2Oൻ്റെ ഒരു ഹൈഡ്രജൻ അല്ലേ ഇവനക്ക് കൊടുത്തത്, അങ്ങനെയല്ലേ ഇവനക്ക് ഹൈഡ്രജൻ കിട്ടിയത്, അതുകൊണ്ടല്ലേ ഇവിടെ ഹൈഡ്രജൻ പോയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ H2O ആണ് ഡോണർ, ഡൊണേറ്റ് ചെയ്തത്. അവിടെ ഡൊണേറ്റ് ചെയ്തു, ഇത് ആരെ ഡൊണേറ്റ് ചെയ്തു? ഒരു H-നെ, ഒരു H+നെ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡൊണേറ്റ് ചെയ്ത ആളാരാണ്? ഡൊണേറ്റ് ചെയ്ത ആൾ ആസിഡ്. മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കൺസെപ്റ്റ് പഠിക്കുന്നത്, കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, നമ്മൾ ഈ റിയാക്ഷനിൽ കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുണ്ട്. ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ അവൻ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ആസിഡ് എന്ന് പറഞ്ഞ ആളാണ് ആരാണ്? H2O ആണ് ഇവിടെ ആസിഡ്. ഇവിടെ NH3ൻ്റെ കേസ് നോക്കിയേ, NH3 ഇവിടെ ഒരു H+നെ ആഡ് ചെയ്യാണ്, അഥവാ അക്സെപ്റ്റ് ചെയ്യാണ്. ഈ ഒരു H2O കൊടുക്കണ H+നെ ഈ NH3 സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ NH3 എന്ന് പറഞ്ഞ ആൾ ആരാണ്? ബേസാണ്. ഈ ഒരു NH3 H+നെ സ്വീകരിച്ചത് കൊണ്ട്, അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അവൻ ബേസ്. H2O എന്ന് പറഞ്ഞ ആൾ ഇവനക്ക് സ്വീകരിക്കാനുള്ള H+നെ വിട്ടുകൊടുത്തത് കൊണ്ട്, ഡൊണേറ്റ് ചെയ്തതുകൊണ്ട് അവൻ ആസിഡ്. കൃത്യമായി മനസ്സിലാക്കാം. ഇതാണ് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ നമ്മളൊരു കെമിക്കൽ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു റിയാക്ഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ആണ്. ആരെ ഡൊണേറ്റ് ചെയ്യും? H+നെ ഡൊണേറ്റ് ചെയ്യും. ബേസ് എന്ന് പറഞ്ഞ ആൾ എന്താണ് ചെയ്യണത്? അക്സെപ്റ്റ് ചെയ്യാണ്. ആര് അക്സെപ്റ്റ് ചെയ്യാണ്? H+നെ അക്സെപ്റ്റ് ചെയ്യാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾ കൺസെപ്റ്റ് കയറണം. അത് നമുക്ക് അപ്ലൈ ചെയ്തോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നിങ്ങളൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ബേസ് എന്തായി മാറും? ഇവനൊരു H+നെ സ്വീകരിച്ചാൽ കോൺജുഗേറ്റ് ആസിഡായി മാറും. അഥവാ നിങ്ങൾ ആ ഒരു റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ഈ ബേസ് H+നെ സ്വീകരിച്ചു, അവൻ എന്തായിട്ടാണ് മാറുന്നത്? NH4+ ആണ്. അതിന് പറഞ്ഞ പേരാണ് കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ്, നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന മാത്സിൽ തല തിരിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ എന്താണ് തല തിരിച്ചിട്ടുള്ളത്? അഥവാ ഈ ബേസിനെ തല തിരിച്ചിട്ടാൽ ആസിഡ് അല്ല കിട്ടുക, കോൺജുഗേറ്റ് ആസിഡാണ് കിട്ടുക. കോൺജുഗേറ്റ് ആസിഡിനെ നമ്മൾ H+ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയാൽ അത് ബേസായി മാറും. സോ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ പറയാം, ഈ ഒരു ആസിഡിൻ്റെ കേസ് നോക്കിയാൽ ആസിഡിൻ്റെ കേസ്
ആസിഡിൽ നമ്മൾ എന്ത് ചെയ്തു, റിയാക്ഷൻ നടന്നു, അവൻ നമുക്ക് ബേസ് ആണെന്ന് അവൻ ആസിഡാണെന്ന് മനസ്സിലായി, അവന് പറഞ്ഞ പേരെന്ന റിയാക്ഷൻ കഴിഞ്ഞാൽ അവൻ കോൺജുഗേറ്റ് ബേസായി മാറും. അപ്പോൾ കൃത്യമായിട്ടാണ് മനസ്സിലാക്കുക. നമ്മൾ ഒരു റിയാക്ഷൻ തന്നാൽ അവൻ ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? അവൻ H+നെ സ്വീകരിച്ചു കാണോ വിട്ടുകൊടുത്തു കാണോ നോക്കുക. ഇവിടെ ഈ സംഭവങ്ങളൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെ റിയാക്ഷൻ നോക്കുക? ഇവിടെ ആരെയാണ് H+നെ വിട്ടുകൊടുത്തുള്ളത് നോക്കുക. ഇവൻ H2O ആണ് ഇവിടെ വിട്ടുകൊടുത്തുള്ളത്, അതുകൊണ്ട് ഇവൻ ആസിഡാണ്. അങ്ങനെ ആ റിയാക്ഷൻ കഴിഞ്ഞാൽ എന്തായി മാറും? കോൺജുഗേറ്റ് ബേസായി മാറും. ആസിഡുള്ളത് ബേസ്, എന്ത് ബേസ്? കോൺജുഗേറ്റ് ബേസായി മാറും. NH3 ആണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്, ആ സ്വീകരിക്കുന്ന ആൾ ബേസാണ്. റിയാക്ഷൻ കഴിയുമ്പോൾ എന്തായി മാറും? കോൺജുഗേറ്റ് ആസിഡായി മാറും. ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക. ഒരു റിയാക്ഷൻ വെച്ച് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ HCl-ലേക്ക് H2O ആഡ് ചെയ്യണം. HCl-ലേക്ക് H2O ആഡ് ചെയ്യുന്ന സമയത്ത് ഈ HCl നിന്നുള്ള ഒരു H എന്ത് ചെയ്യും? ഇതിൽ നിന്ന് പോയിട്ട് ഇത് Cl ആയി മാറും. നോക്കുക, ഈ HCl-ത്തെ H പോയിട്ട് അത് Cl ആയി മാറും. ഇവിടെ HCl-ത്തെ H ആണ് പോകുന്നത്. അപ്പോൾ HCl ആണ് ഇവിടെ ഡൊണേഷൻ ചെയ്യണത്. ഡോണറായി മാറേണ്ടത് HCl ആണ്. അപ്പോൾ HCl ഇവിടെ ഡോണർ ആയതുകൊണ്ട് ഡോണർ ആരാണ്? ആസിഡാണ്. H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാരാണ്? ആസിഡാണ്. അവിടെ HCl ആണ് എന്ത് ചെയ്യണത്? ഡൊണേറ്റ് ചെയ്യണത്. ആ ഡൊണേറ്റ് ചെയ്യണ ഹൈഡ്രജൻ ആരാ സ്വീകരിക്കുന്നത്? H2O ആണ് സ്വീകരിക്കുന്നത്. ഈ റിയാക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നോക്കിയേ, HCl + H2O എന്ന റിയാക്ഷൻ നിങ്ങൾക്ക് തരാം. എന്നിട്ട് ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്നുള്ളതാണ് എഴുതേണ്ടി വരിക. ഈ ഒരു ഫുൾ റിയാക്ഷൻ നിങ്ങൾക്ക് തരാം, എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന്ന് അത് ഏതാണ് ആസിഡ് ഏതാണ് ബേസ് വിത്ത് റീസൺ നമ്മൾ കൊടുക്കണം. HCl H2O കൂടി ചേർന്ന സമയത്ത് H3O+ ആൻഡ് Cl- കിട്ടി എന്ന റിയാക്ഷൻ നമ്മളെ കയ്യിലുണ്ട്. നോക്കുന്ന സമയത്ത് ഈ ഒരു HCl നിന്നാണ് H പോയിട്ട് Cl ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആസിഡാണ്. അവിടെ ഡൊണേറ്റ് ചെയ്ത ആൾ ഇവിടെ H2 ആയിരുന്നു, നോക്കിയ സമയത്ത് ഇവിടെ H3O+ ആയി മാറി, അഥവാ ഒരു ഹൈഡ്രജൻ കൂടി. അപ്പോൾ ഈ ഒരാളാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വീകരിച്ചാൽ അവൻ ബേസാണ്, അക്സെപ്റ്റ് ചെയ്താൽ അവൻ ബേസാണ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അതേ രീതിയിൽ നമുക്ക് ആസിഡ് ആൻഡ് ബേസ് കൊടുക്കാൻ പറ്റണം. ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ്റെ ഔട്ട്പുട്ട് അഥവാ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് അവൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നോക്കാൻ പറ്റണം. ബേസ് ആണോ ആസിഡ് ആണോ എന്ന് കാണിക്കാൻ പറ്റണം. എങ്ങനെ നോക്കുക? അവൻ ആസിഡിനെ H+നെ വിട്ടുകൊടുക്കുകയാണോ H+നെ സ്വീകരിച്ചു കാണോ എന്ന് നോക്കിയതിൻ്റെ ബേസിലാണ് നമ്മൾ അവൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണത്. കൃത്യമായി മനസ്സിലാക്കണം. കഴിഞ്ഞ റിയാക്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഈ ഒരു റിയാക്ഷൻ വെച്ച് പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവൻ ആസിഡ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ കോൺജുഗേറ്റ് ബേസ് ആണ്. നമുക്ക് അവനെ ബേസ് ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ അവൻ്റെ ഓപ്പോസിറ്റുള്ള കോൺജുഗേറ്റ് ആസിഡ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ റിയാക്ഷൻ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലോസസ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ള കൃത്യമായിട്ട് HCl ഇലക്ട്രോൺ ലോസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൻ എന്താ ആസിഡാണ് അല്ലേ? ഡൊണേറ്റ് ചെയ്തിക്കല്ലേ, ലോസ് എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടായി ബേസ് ആസിഡായി മാറി. ഇവിടെ പ്രത്യേകിച്ച് ആഡ് ഓഫ് പ്രോട്ടോൺ ആഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്, അക്സെപ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി അവൻ ബേസായി മാറി. അപ്പോൾ ഈ ഒരു കേസാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് H2Oൻ്റെ കേസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി 2 എക്സാമ്പിളിൽ. ഈ 2 എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ H2O ബേസാണ്. ഇവിടെ ഇതിന് മുമ്പുള്ള റിയാക്ഷൻ നോക്കിയേ, H2O ആസിഡാണ്. നോക്കുക, ഈ ഒരു റിയാക്ഷനിൽ ഇവിടെ H2O ബേസ്, ഈ ഒരു റിയാക്ഷനിൽ H2O ആസിഡ്. അപ്പോൾ H2Oൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ പറയുന്നത്. വാട്ടർ അഥവാ H2O ക്യാൻ ആക്ട് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്, സോ ഇറ്റ് ഈസ് കോൾഡ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. H2O എന്ത് ചെയ്യുന്നുണ്ട്? ചിലരൊപ്പം കൂടി ചേരുമ്പോൾ ആസിഡായി മാറുന്നുണ്ട്, ആൻഡ് ഏതുമായി മാറുന്നുണ്ട്? ബേസും ആയി മാറുന്നുണ്ട്. അപ്പോൾ ഒരേ സബ്സ്റ്റൻസിന് ആസിഡായിട്ടും ബേസായിട്ടും മാറാൻ പറ്റുന്ന സബ്സ്റ്റൻസിന് പറഞ്ഞ പേരാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ, വാട്ടറിനെ എന്തുകൊണ്ടാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയാൻ കാരണം? അഥവാ ഈ ഒരു NH3 കൂടി ചേരുന്ന റിയാക്ഷൻ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോക്കുക, NH3 H2O കൂടി ചേരാണ്. അപ്പോൾ ഇവൻ H2Oയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ഹൈഡ്രജൻ അവൻ വിട്ടുകൊടുത്തു, OH- ആയി. അപ്പോൾ ഇവിടെ എന്താണ് വിട്ടുകൊടുക്കുന്നത്? ആസിഡായി മാറി. രണ്ടാമത്തെ റിയാക്ഷൻ നോക്കി നോക്കുക. രണ്ടാമത്തെ റിയാക്ഷനിൽ ഇവൻ H2O എന്ന് പറഞ്ഞ ആൾ ഇലക്ട്രോണെ സ്വീകരിക്കുക ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബേസായി മാറി. ഈ 2 റിയാക്ഷൻ നിങ്ങൾ കൃത്യമായി പഠിക്കുക. എന്തുകൊണ്ടാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളിവിടെ പഠിക്കേണ്ടത് ഫസ്റ്റ് ഈ ബേസിക് 2 പോയിന്റാണ്. അഥവാ ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റിൽ ആസിഡ് എന്താണെന്നുള്ള ഈ പോയിന്റ്, ബേസ് എന്താണെന്നുള്ള പോയിന്റ്. ഇതിന് മുമ്പ് നമ്മൾ അറീനിയസ് കൺസെപ്റ്റ് പറഞ്ഞു, അവൻ്റെ ബേസിൽ ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നുള്ള. അപ്പോൾ ഒരു റിയാക്ഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുക, അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് ഏതാണ് ആസിഡ് ഏതാണ് ബേസ് വിത്ത് റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അക്കോർഡിംഗ് ടു അറീനിയസ് കൺസെപ്റ്റ്
അതാ മുമ്പ് പഠിച്ചത്, അതിൽ ഒരു റിയാക്ഷൻ തന്നിട്ട് ചോദിക്കാം ഏതാണ് ബേസ് ഏതാണ് ആസിഡ് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഓരോ കൺസെപ്റ്റിൽ ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്നുള്ളത് കൃത്യമായി പഠിക്കുക. നമ്മൾ നെക്സ്റ്റ് മൂന്നാമത്തെ കൺസെപ്റ്റിലേക്ക് പോവാണ്, ലൂയിസ് ആസിഡ് ആൻഡ് ബേസ്. ലൂയിസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ ബേസിൽ ലൂയിസ് കൺസെപ്റ്റിൽ എന്ത് പറയാണ്, ആസിഡ് എന്ന് പറഞ്ഞത് ബേസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. അതാ പറഞ്ഞത്, ആസിഡ് എന്ന് പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്താൽ അവനെന്താണ്, ആസിഡാണ്. ബേസ് എന്താ പറഞ്ഞത്, ദ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണറാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ബേസും ഇതും മനസ്സിലാക്കേണ്ടത്, ബേസും ആസിഡും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ആസിഡ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. നമ്മൾ അവിടെ പറഞ്ഞത് പ്രോട്ടോൺ അക്സെപ്റ്ററും പ്രോട്ടോൺ ഡോണറും ആയിരുന്നു. ഇവിടെ പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ പെയറിനെ, അഥവാ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ അഥവാ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ആസിഡ് എന്നും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ബേസ് എന്നുള്ളതാണ്. സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ആൾ കോൾഡ് ലൂയിസ് ബേസ്. അഥവാ ആ ഒരു ബേസിന് നമ്മൾ ലൂയിസ് ബേസ് എന്നും ആ ഒരു ആസിഡിന് ലൂയിസ് ആസിഡ് എന്ന് പറയും. അഥവാ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്ത ആൾ ആസിഡ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ആ ആസിഡിനെ ലൂയിസ് ആസിഡ് എന്ന് പറയും. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്ത ആൾ ബേസ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുപോലെ ലൂയിസ് ബേസ് എന്ന് പറയും. ലൂയിസ് കൺസെപ്റ്റിൽ ഉണ്ടാക്കിയ ആസിഡും ബേസ് ആയതുകൊണ്ട് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് എന്ന് പറയുന്നുള്ളൂ. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, ലൂയിസ് ആസിഡ് കൺസെപ്റ്റ് വെച്ചിട്ട്, ലൂയിസ് ആസിഡ് ആൻഡ് ബേസ് കൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ കൃത്യമായിട്ട് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് ലൂയിസ് ആസിഡിന്. അഥവാ ഈ പറഞ്ഞ കെമിക്കൽസ് ഒക്കെ എന്താണ്, ലൂയിസ് ആസിഡുകളാണ്. ഇവരൊക്കെ എന്താണ് ചെയ്യുക, ലൂയിസ് ആസിഡ് ആയതുകൊണ്ട് ഇവരൊക്കെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരിൽ വേക്കൻറ്റ് ഇലക്ട്രോണിൻ്റെ ഷെല്ലുകൾ ഉണ്ടാവും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ലൂയിസ് ബേസുകളാണ്. ഇവരൊക്കെ പ്രത്യേകത എന്താ, ഈ ബേസുകൾ ഇവരൊക്കെ എന്താ ചെയ്യുക, ഇവർ ഇലക്ട്രോൺ പെയറിനെ വിട്ട് കൊടുക്കാൻ റെഡി ആയ ആൾക്കാരാണ്. ഇവർ ഇലക്ട്രോണെ വിട്ട് കൊടുക്കും. ഇവരിൽ കുറേ ലോൺ പെയേഴ്സ് ഉണ്ടാവും, അവരെന്ത് ചെയ്യും, കൂടുതൽ ഇലക്ട്രോണെ വിട്ട് കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ലൂയിസ് ബേസസ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. എക്സാമ്പിൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, 2-3 എക്സാമ്പിളുകൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ലൂയിസ് ആസിഡ് ബേസിൻ്റെ കൺസെപ്റ്റിൽ എന്താണ് ആസിഡ് എന്താണ് ബേസ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച 3 മെത്തേഡുകളും ഓരോ കൺസെപ്റ്റുകൾ ചോദിച്ചിട്ട് എന്താണത് ആസിഡ് അവർ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കാം. ഈ ഒരു ലൂയിസ് ആസിഡിൻ്റെ കേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എ സബ്സ്റ്റൻസ് ആക്ട് ആസ് എ ലൂയിസ് ആസിഡ്, ഒരു സബ്സ്റ്റൻസ് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഷുഡ് കണ്ടെയ്ൻ വാക്കൻ്റ് ഓർബിറ്റൽ. ആ ഒരു ഓർബിറ്റലിൽ അവൻ്റെ ആ സബ്സ്റ്റൻസിൻ്റെ കയ്യിൽ വാക്കൻ്റ് ഓർബിറ്റൽസ് കുറേ ഉണ്ടാവും. എന്താ റീസൺ? നമ്മളൊരു ആസിഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താ, അവൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആളായിരിക്കും അല്ലേ. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ആളായിരിക്കും അല്ലേ. അതുകൊണ്ട് അവൻ്റെ വാക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്താൽ വെക്കാൻ സ്ഥലം വേണ്ടേ, ഓർബിറ്റലിലല്ലേ ഇലക്ട്രോൺസ് ഇരിക്കുക. അപ്പോൾ ഈ ഒരു ഓർബിറ്റുകൾ ഫ്രീ ആയിട്ടുണ്ടാവും ആരെടുത്ത്, ആസിഡിൻ്റെ കയ്യിൽ. ലൂയിസ് ബേസിൻ്റെ കയ്യിൽ എങ്ങനെയായിരിക്കും അപ്പോൾ, ലൂയിസ് ബേസ് അത് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. ലൂയിസ് ബേസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അഥവാ ലൂയിസ് ബേസിൻ്റെ കേസാണെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്, ലൂയിസ് ബേസ് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. അവൻ്റെ കയ്യിൽ എന്തുണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ് കുറേ ഉണ്ടാവും, ഫ്രീ ലോൺ പെയർ ഇലക്ട്രോൺസ് കുറേ ഉണ്ടാവും. ഈ ഒരു മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്ത പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. അഥവാ ഞാൻ ഇവിടെ പറയുമ്പോൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പോയിൻ്റാണ്. നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് ബേസ് എന്താണ് പറയുന്നത്, ആസിഡ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. നമ്മൾ ആസിഡ് എന്താണ് ബേസ് എന്താണ് എന്നുള്ളത് ഈ ഒരു 3 കൺസെപ്റ്റുകൾ വെച്ചിട്ട് പറഞ്ഞു. അറീനിയസ് എന്താണ് ആസിഡ് കൊണ്ട് പറയണത്, ബേസ് എന്താണ് എന്നുള്ളത് പഠിച്ചു. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ ആസിഡ് എന്താണ് ബേസ് എന്താണ്, ലൂയിസ് ആസിഡിൻ്റെ ബേസിൽ ആസിഡ് എന്താണ് ബേസ് എന്താണ്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുക വേണം. ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷനിൽ നിങ്ങളോട് ചോദിക്കാം ലൂയിസ് ആസിഡ് ഏതാണ്, ലൂയിസ് ബേസ് ഏതാണ്. ലൂയിസ് ആസിഡ് ഏതാ ചോദിച്ചാൽ ലൂയിസിൻ്റെ കൺസെപ്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ചോദിക്കാം ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ ഈ ഇക്വേഷനിലെ ആസിഡ് ഏതാണ് ബേസ് ഏതാണ്. അപ്പോൾ അതേ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് 3 വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ടോപ്പിക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്ക് കാണാതെ പഠിക്കുക. മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കാൻ പാടുള്ളൂ.
നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ദി അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് അയോണിക് പ്രൊഡക്റ്റ്. ഈ ഒരു 3 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഈ ഒരു നമ്മൾ കളക്ഷൻ ഓഫ് ടോപ്പിക്ക് പറഞ്ഞ പോലെ ഈ ഒരു 3 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദി അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ അയോണിക് പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് അയോണിക് പ്രൊഡക്റ്റ്. ഈ ഒരു ടോപ്പിക്കിൽ പറയുകയാണ് എന്താണ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് എക്സാമിന് ചോദിക്കാം. കെ ഡബ്ല്യുക്ക് പറഞ്ഞ പേരാണ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്. കെ.ഡബ്ല്യു എന്ന് പറഞ്ഞാലാണ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്. അഥവാ അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, H2O വാട്ടർ അയോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന് അയോണായി മാറുക. അപ്പോൾ H2O അയോൺ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. H2O അവൻ്റെ അയോണുകളായി മാറി. H+OH- എന്ന് പറഞ്ഞ അയോണുകളായി മാറി. ഇവിടെ H2O H3O+ എന്ന് പറഞ്ഞിട്ട് OH- എന്ന അയോണുകളായി. രണ്ട് റിയാക്ഷനും സെയിം റിയാക്ഷൻ തന്നെയാണ്. H+ തന്നെയാണ് നമ്മൾ H3O+ എന്ന് പറയാം. ഇത് ഹൈഡ്രജൻ അയോൺ നമ്മൾ പറയും, ഇത് ഹൈഡ്രോണിയം അയോൺ എന്ന് പറയും. അപ്പോൾ രണ്ടാളും സെയിം തന്നെയാണ്. നിങ്ങൾ എന്ത് റിയാക്ഷൻ സെയിം തന്നെയാണ്. ഞാൻ താരതമ്യം ചെയ്തിട്ട് രണ്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് വാട്ടർ ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് അയോണൈസ് ഓൺലി പാർഷ്യലി ആസ്. അഥവാ നമ്മൾ വാട്ടർ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അത് അയോണൈസ് ചെയ്യും. എങ്ങനെയാണ് അയോണൈസ് ചെയ്യുന്നത്? H2O അവൻ്റെ അയോണായിട്ട് H+ അയോണായിട്ടും OH- ആയിട്ടുള്ള അയോണായിട്ട് മാറും. അപ്പോൾ ഈ റിയാക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെയിം റിയാക്ഷൻ ഞാനിവിടെ പറയുന്നുണ്ട്. ആദ്യം ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ടുള്ള കാര്യം പറയാം. ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് ഞാൻ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാൻ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ നമ്മൾ എഴുതാം? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K = ഔട്ട്പുട്ടിൻ്റെ അഥവാ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്താ? പ്രൊഡക്റ്റിൻ്റെ H+ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് OH- കോൺസെൻട്രേഷൻ. ഈ ബ്രാക്കറ്റ് നമ്മൾ എന്തെന്ന് പറയാം? കോൺസെൻട്രേഷൻ എന്ന് പറയാം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2O എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അവൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എഴുതുക. അപ്പോൾ അവൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതിയത് ഔട്ട്പുട്ട് കിട്ടുന്ന റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ H2O കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ? കോൺസ്റ്റൻറ്റ് H2O അഥവാ പ്യുവർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. പ്യുവർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. പ്യുവർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ ഞാൻ ഈ ഒരു H2Oനെ എന്ത് ചെയ്യാണ്? ഈ ഒരു K എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി മാറും? അത് വേറൊരു കോൺസ്റ്റൻ്റായി മാറും. അങ്ങനെ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും. ആ ഒരു ഇക്വേഷൻ, ആ കിട്ടുന്ന കോൺസ്റ്റൻറ്റിന് പറഞ്ഞ പേരാണ് K.W അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആദ്യം കിട്ടിയ റിയാക്ഷൻ എന്ന് പറഞ്ഞത്, ആദ്യം ഇവിടെ എഴുതിയിട്ടുള്ള മേലെ എഴുതിയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റിയാക്ഷനാണ്. ഈ H2Oൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് H2Oനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്താവും? H2O ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അടുത്തൊരു K എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് വലിയ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയി മാറും. ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂക്കാണ് K.W എന്ന് പറയുക. അപ്പോൾ K.W = കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് കിട്ടും. ഇതിന് പറഞ്ഞ പേരാണ് അയോണിക് പ്രൊഡക്റ്റ്. ഇറ്റ്സ് അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിക്കാലോ, അതിനല്ല നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയാം. മൾട്ടിപ്ലിക്കേഷനിൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ നമ്മൾ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് K.W എന്നും ഇത് H+ ഇൻറ്റു OH- എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു റിയാക്ഷനും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുന്നതും അതിൽ നിന്ന് ഈ ഒരു K.W അഥവാ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റിന് ഇക്വേഷൻ എഴുതുന്ന കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനിപ്പുറത്ത് തന്നെ സെയിം റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ നോക്കുന്നത്? H2O നമുക്ക് രണ്ട് രീതിയിൽ എന്താവാം? അയോണായി മാറാം. H+ഉം OH- ആവാം. അതേപോലെ തന്നെ H2O H3O+ എന്നുള്ള അയോണും OH- എന്നുള്ള അയോണും ആവാം. ഇവിടെ രണ്ട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുള്ള എന്താണ്? H2O + H2O അഥവാ ആസിഡ് ആയിട്ടുള്ള H2Oയും ബേസ് ആയിട്ടുള്ള H2Oയും കൂടി ചേരുക. വെറുതെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഈ പാഠത്തിനെ പഠിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല. എന്താ ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താ H2Oക്ക് H2O ആഡ് ചെയ്യേ? അപ്പോൾ H2Oക്ക് ആഡ് ചെയ്ത് വലിയൊരു H2O അല്ല കിട്ടുക. ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠത്തിനെ കുറിച്ച് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത് മുമ്പത്തെ ഏരിയയിൽ പറഞ്ഞല്ലോ, H2O ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യും, H2O ബേസ് ആയിട്ടും ആക്ട് ചെയ്യും അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞത് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആയി എന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. H2Oയുടെ ആസിഡ് ആയിട്ടുള്ള H2O ബേസ് ആയിട്ടുള്ള H2O കൂടി ചേരാണ്. അപ്പോൾ അവിടെ റിയാക്ഷൻ H3O+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈഡ്രോണിയം അയോണും OH- എന്ന് പറഞ്ഞിട്ടുള്ള അയോണും കിട്ടും. H3O+ ആൻഡ് OH- എന്നുള്ള അയോൺസും കിട്ടും.
അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് അടുത്തതായിട്ട് എഴുതിയിട്ടുള്ളത്. ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇതേപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ കോൺസെൻട്രേഷൻ അതിവിടെ എഴുതി. OH മൈനസ് അത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ രണ്ടാളും H2O ആണല്ലോ. അപ്പോൾ രണ്ടാൾക്കും കൂടെ എന്ത് ചെയ്താൽ മതി, അടിയിലൊരു കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി, H2O അതിൻ്റെ ഓൾ കോൺസെൻട്രേഷൻ കൊടുത്തു. അഥവാ ഇതേപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതിയ പോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതിയിട്ടുള്ള ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ എക്സാമിനും ചോദിക്കും എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുക എന്നുള്ളത്. ആ പാർട്ട് വെച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കണം. അപ്പോൾ ഈ റിയാക്ഷൻ വെച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ എഴുതി. ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ H2O കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ ഈ കോൺസ്റ്റൻറ്റ് ഇങ്ങോട്ട് Kൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ H2O × K അത് വലിയൊരു KW എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയി കിട്ടും. KW = കോൺസെൻട്രേഷൻ ഓഫ് H3O+ ആൻഡ് OH മൈനസ്. ഇതിന് പറഞ്ഞ പേരാണ് അയോണിക് പ്രൊഡക്റ്റ്. H3O × OH- എന്ന് ഒരു പറയുന്നതാണ് അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. KW എന്ന് പറയുന്നതിൻ്റെ പറഞ്ഞ പേരാണ് അയോണിക് കോൺസ്റ്റൻറ്റ്. രണ്ട് റിയാക്ഷൻസ് രണ്ടും സെയിം ആണ്, എല്ലാ കാര്യങ്ങളും സെയിം ആണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയണത്. ഒറ്റ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പറ്റുമെങ്കിൽ ഈ ഒരു രീതിയിൽ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് KW ആണ് എന്നും ഈ ഒരു റിയാക്ഷൻ വെച്ച് നിങ്ങൾക്ക് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. അല്ല നമ്മൾ സാധാരണ ഒരു ബയോളജി പഠിക്കണ പോലെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനം അത് ഇങ്ങനെ കാണാതെ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോയാൽ തെറ്റും. ഇനി അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഞാൻ പറയാം. KW ഞാൻ അവിടെ കിട്ടിയ റിയാക്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടും നോട്ടും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് KW എന്ന് പറഞ്ഞ അയോണിക് കോൺസ്റ്റൻറ്റ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. KW ഈസ് കോൾഡ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ഓർ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അഥവാ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ. അഥവാ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിൻ്റെ ഡെഫിനിഷൻ പറയണത്. അഥവാ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഡെഫിനിഷൻ പറയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഡിഫൈൻ ചെയ്യുക ദി പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും കൂടെയുള്ള പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+, അതാണ് പറഞ്ഞത്, ഹൈഡ്രജൻ അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ ഓഫ് വാട്ടർ ഇൻ എനി അക്വസ് സൊല്യൂഷൻ. അഥവാ വെള്ളത്തിൽ അവൻ്റെ ഹൈഡ്രജൻ അയോണിൻ്റെയും ഹൈഡ്രോക്സിൽ അയോണിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റാണ് എന്ത് പറയുന്നത്, അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എക്സാമിന് സമയത്ത് ഒരു അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് എഴുതാൻ പറ്റും, കാരണം മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോജൻ അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ ഇൻ വാട്ടർ ഓർ ഇൻ എനി അക്വസ് സൊല്യൂഷൻ എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ദി വാല്യൂ ഓഫ് KW അഥവാ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചറെ ഡിപ്പെൻഡ് ചെയ്യും. അഥവാ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ KW കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു KW അല്ലെങ്കിൽ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് KWക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം. ഡെഫിനിഷൻ ആദ്യം നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റണം. KW ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ ആദ്യം എഴുതുക, ഇക്വേഷൻ എഴുതുക. ശേഷം നമ്മൾ ഈ ഒരു റിയാക്ഷൻ എഴുതിയിട്ട് ഇക്വേഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആവും. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇക്വിലിബ്രിയം എന്നുള്ള പാഠത്തിലൊക്കെ തന്നെ അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ ടോപ്പിക്ക് ആ രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് ഈ ഒരു പാഠം സിമ്പിളായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ OH- H+ൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുകയാണ്. കോൺസെൻട്രേഷൻ ഓഫ് H+, നമ്മളിങ്ങനെ എഴുതിയാൽ എന്താ പറയുക, കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് എഴുതുക പറയാം. അപ്പോൾ പ്യുവർ വാട്ടറിൽ അറ്റ് 290 കെൽവിൻ 298 കെൽവിനിൽ പ്യുവർ വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നതും കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറയുന്നതും 10⁻⁷ ആയിരിക്കും. കോൺസെൻട്രേഷൻ 10⁻⁷. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്ത ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 10⁻⁷ എന്നുള്ളത് ഈ KW ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 10⁻⁷ ഇൻറ്റു 10⁻⁷ ഇതുകൾ 10⁻⁴ എന്നുള്ള കിട്ടും. അത് KWൻ്റെ വാല്യൂ 10⁻⁴ ആണ്.
-14 എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂ അഥവാ പ്യുവർ വാട്ടറിൻ്റെ കേസിൽ KWൻ്റെ വാല്യൂ എത്രയാണ് 10⁻14 ആണെന്ന് കിട്ടും. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ ടോപ്പിക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എഴുതാനും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിന് ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ആസിഡ് ആണോ, ഒരു വെള്ളം തന്നിട്ടത് ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ ബേസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. അഥവാ കോൺസെൻട്രേഷൻ ഓഫ് H3O+ൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ OH- അത് ആസിഡാണ്. രണ്ടാളെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ അവൻ ന്യൂട്രൽ ആണ്. ഇനി H3O+നെക്കായി കോൺസെൻട്രേഷൻ കുറവാണ് OH- എങ്കിൽ അത് ബേസ് ആണ്. കൃത്യമായിട്ട് ഒരു 3 പോയിന്റ് നോക്കിയാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ അസിഡിറ്റി പറയണത് ബേസിസിറ്റി പറയണതും അസിഡിക്കും ബേസിക്കും പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അയോണിക് കോൺസ്റ്റൻറ്റ്, അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് എഴുതാൻ അറിയണം, ഇക്വേഷൻ എഴുതാൻ അറിയണം. ഈ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ അറിയണം. ഇവിടെ റിയാക്ഷൻ കൊടുത്തതെന്ന് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ എഴുതിയിട്ട് അത് OH2 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ KW എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ അറിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് പഠിച്ചു എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് pH സ്കെയിൽ എന്ന് പറഞ്ഞ ടോപ്പിക് നോക്കാം. ദ pH സ്കെയിൽ, എന്താണ് pH സ്കെയിൽ എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെയൊക്കെ pHകൾ നോക്കുന്നു പറയാറുണ്ട്. അതിന് ഇത്ര pH ആണ്, ഇതിന് ഇത്ര pH കൂടുതലാണ്, അല്ലെങ്കിൽ pH കുറവാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സാധനം ആസിഡാണ്, ഒരു സാധനം ബേസ് ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒരു കെമിക്കൽ ആസിഡാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് ആണ് ആസിഡാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ pH സ്കെയിൽ വെച്ചിട്ടാണ് ഒരു സംഭവത്തിൻ്റെ ആസിഡിസിറ്റി എത്ര ഉണ്ട് അല്ലെങ്കിൽ ബേസിസിറ്റി എത്ര ഉണ്ട് എന്ന് പറയാറ്. ഒരു സംഭവം ആസിഡാണ് എന്നുള്ളത് നമുക്ക് pH സ്കെയിൽ വെച്ചിട്ട് പറയാം. നമുക്കൊരു വെള്ളം നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വെള്ളം ഒരു കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ മീൻ വളർത്തുന്ന പരിപാടി തുടങ്ങാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിന് ആ ഒരു മീനിൻ്റെ ഉള്ള ആസിഡിസിറ്റി എത്രയെന്ന് അറിയണം, pH വാല്യൂ എത്രയെന്ന് അറിയണം. ആ വെള്ളത്തിന് pH വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു pH സ്കെയിൽ നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മൾ ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ pHൻ്റെ കളർ വേരിയേഷനൊക്കെ നമ്മൾ കണ്ട് പഠിക്കാറൊക്കെ ഉണ്ട്. നിങ്ങൾ +2 ലാബിലെത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു pH സ്കെയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒരു ബേസിസിറ്റി ആസിഡിസിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ pH സ്കെയിൽ എന്നുള്ള ഒരു കേസ് പഠിക്കുകയാണ്. ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അഥവാ ഒരു വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ pH വാല്യൂ നോക്കിയാൽ മതി. അഥവാ pH വാല്യൂ നോക്കിയതിന് ശേഷം pH സ്കെയിലിൽ വെച്ചിട്ട് pH വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവം ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാൻ പറ്റും. ഞാനിവിടെ pH സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 14 വരെ ഡിജിറ്റുള്ള അല്ലെങ്കിൽ നമ്പേഴ്സ് ഉള്ളതിനെയാണ് നമ്മൾ pH സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഥവാ നമ്മൾക്ക് ഈ ഒരു 7 മുതൽ മേലക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വാല്യൂസ് 7 മുതൽ മേലക്കുള്ള വാല്യൂസ് ആണ് കിട്ടണത് എന്നുണ്ടെങ്കിൽ ആ ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. നമ്മൾക്കൊരു കെമിക്കൽ നമ്മളെ കയ്യിൽ കിട്ടി, ഒരു വെള്ളം നമ്മളെ കയ്യിൽ കിട്ടി. വെള്ളത്തിൻ്റെ അവിടെ pH നോക്കിയ സമയത്ത് 8 കൂടുതൽ 8, 9, 10 8 മുതൽ മേലക്കുള്ള ഒരു വാല്യൂ ആണെങ്കിൽ അത് ബേസിക് ആണ്, ബേസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ബേസിക് ആണെന്ന് പറയാൻ പറ്റും. എല്ലാം നമ്മൾ നോക്കിയ സമയത്ത് pH സ്കെയിൽ അതിൻ്റെ ബേസ് അഥവാ pH നോക്കിയ സമയത്ത് നമുക്ക് 6 താഴെ അഥവാ 7 താഴെയാണ് കിട്ടിയത്, 6, 5, 4 അങ്ങനെയുള്ള വാല്യൂ ആണ് കിട്ടിയെങ്കിൽ അത് അസിഡിക് ആണെന്ന് പറയാൻ പറ്റും. എല്ലാം നമുക്ക് 7 കിട്ടിയത്, കറക്റ്റ് 7 pH നോക്കിയെങ്കിൽ അത് ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഞാൻ അതിൻ്റെ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ pH എന്തായിരിക്കും, 7 കുറവായിരിക്കും. 7 കുറഞ്ഞാൽ അതെന്താണ്, ആസിഡാണ്. 7 കുറഞ്ഞാൽ pH സ്കെയിലിൽ 7 കുറഞ്ഞാൽ അവൻ ആസിഡാണ്. ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ 7 കൂടിക്കഴിഞ്ഞാൽ അവൻ ബേസിക് ആണ്. 7 ആണെങ്കിൽ അവൻ ന്യൂട്രൽ ആണ്. അപ്പോൾ pH സ്കെയിൽ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുക, pH സ്കെയിൽ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ആസിഡിസിറ്റി, ബേസിറ്റി ആൻഡ് ന്യൂട്രൽ. ആ ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ നമുക്ക് pH സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ pH സ്കെയിൽ ഇതാണ് pH സ്കെയിൽ എന്നും ഇതിൻ്റെ നമ്പർ ഡിജിറ്റ് എന്താണെന്നുള്ളതും ഏത് മുതലാണ് ആസിഡ് എന്നുള്ളതും ഏത് മുതലാണ് ബേസ് ഏത് നമ്പേഴ്സിലാണ് ന്യൂട്രൽ വരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ നടുവിൽ H+ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ വാല്യൂ അഥവാ നമുക്കൊരു pH 14 കിട്ടിയ അതിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁴ ആണ്. ഒരു pH 8 കിട്ടിയ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 10⁻8 ആണ്. ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. pH എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു pH എന്നുള്ള ഡെഫിനിഷൻ കൃത്യമായിട്ട് നോക്കാം. എന്താണ് pH? pH ഈസ് ഡിഫൈൻഡ് ആസ്, ഈ ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കൽ അത്യാവശ്യമാണ്. pH സ്കെയിൽ എന്താണെന്നും അതിൻ്റെ ആസിഡും ബേസും കാര്യം മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിന് ചോദിക്കാൻ പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് pH എന്ന് പറഞ്ഞാൽ. pH ഈസ് ഡിഫൈൻഡ് ആസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ.
അഥവാ ലോഗരിതമിക് കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, H+ അയോൺ കോൺസെൻട്രേഷന് കൊടുത്താൽ കിട്ടുന്നതിനാണ് pH വാല്യൂ എന്ന് പറയുന്നത്. pH വാല്യൂ നെഗറ്റീവ് ലോഗരിതമിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് നെഗറ്റീവ് ലോഗാണ് പറയണത്. പോസിറ്റീവ് ലോഗ് നെഗറ്റീവ് ലോഗ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ലോഗരിതമിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H+ഓ അല്ലെങ്കിൽ H3O+ഓ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതിന് പറഞ്ഞ പേരാണ് pH. നമുക്ക് POH എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ pH പറഞ്ഞെങ്കിലും നമുക്ക് POH സ്കെയിലും കൂടെ അതിൻ്റെ ഒപ്പം പറയാൻ പറ്റും. അഥവാ ഈ ഒരു pH സ്കെയിലിനെ തല തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ് POH സ്കെയിൽ. അഥവാ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. POH സ്കെയിൽ നമുക്ക് ഇതേപോലെ വരക്കാം 0 മുതൽ 14 വരെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 8 മുതൽ 14 വരെ നമ്മൾ ബേസ് അല്ല പറഞ്ഞ്, അപ്പോൾ അതിൽ ആസിഡായി മാറും. 6 മുതൽ 0 വരെ ആസിഡിസിറ്റി അല്ല പറഞ്ഞത്, POH സ്കെയിൽ അത് ബേസായി മാറും. അപ്പോൾ POH സ്കെയിൽ നമുക്ക് pH സ്കെയിൽ വെച്ച് പറയാൻ പറ്റും. POH സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH സ്കെയിലിൻ്റെ ഓപ്പോസിറ്റ് ആണ് POH സ്കെയിൽ. അപ്പോൾ നമ്മൾ POHന് ഇതേപോലെ ഡെഫിനിഷൻ പറയാം, നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾ. അഥവാ 1 മോൾ പെർ ലിറ്ററിലുള്ള കോൺസെൻട്രേഷൻ നമ്മൾ ലോഗരിതമിക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നതിനാണ് POH വാല്യൂ. എന്താണ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ലോഗ് ഓഫ് ഹൈഡ്രോണിയം അല്ലെങ്കിൽ H+ കോൺസെൻട്രേഷൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടും, അതിൻ്റെ pH വാല്യൂ കിട്ടും. അപ്പോൾ pHൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ pH എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതുകയും ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡെഫിനിഷൻ പഠിക്കുകയും ചെയ്താൽ നമുക്ക് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. pH സ്കെയിലിനെ കുറിച്ച് കറക്റ്റ് ധാരണ വേണം. pH കാര്യങ്ങൾ ചോദിച്ചാൽ pH സ്കെയിലിനെ കുറിച്ച് നമ്മൾ പറയണം. pH സ്കെയിലിൽ എവിടെയാണ് ആസിഡ് ആവുന്നതും ഏതാണ് ബേസ് എന്നുള്ളതും ഏതാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ pH സ്കെയിലിൻ്റെ എല്ലാ ഏരിയകളും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇവിടെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അത് എൻട്രൻസ് പോയിന്റ് ഏരിയ ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാൽക്കുലേഷൻ ഈ pH വെച്ചിട്ട് POH വെച്ചിട്ട് അവർ തമ്മിലുള്ള ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ വെച്ചിട്ട് കുറേ കാൽക്കുലേഷനുകൾ എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻട്രൻസ് പോയിന്റ് ഏരിയകൾ പറയും. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം പറയുന്നത് കൊണ്ട് നമുക്ക് ആ കാര്യത്തേക്ക് പോയാൽ അത് കൂടുതൽ ലാഗ് ആവുകയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയും ചെയ്യും. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് pH സ്കെയിലിൻ്റെ കേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ടോപ്പിക്കിൽ തിയറി ആയിട്ട് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ബഫർ സൊല്യൂഷൻ എന്നുള്ളത്. നമ്മളെ ഫോക്കസ് ഏരിയ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ടോപ്പിക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബഫർ സൊല്യൂഷനിൽ പഠിക്കേണ്ടതെന്ന്. ബഫർ സൊല്യൂഷൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, അതിന് എക്സാമ്പിൾ ഓൺലി, അത് മാത്രം ബഫർ സൊല്യൂഷനെ കുറിച്ച് പഠിച്ചാൽ മതി. ബഫർ സൊല്യൂഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഏരിയകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ കൃത്യമായി പറഞ്ഞിട്ട് എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പഠിക്കുക എന്നും അതിന് എക്സാമ്പിളുകൾ എന്താണെന്നുള്ളത് കൃത്യമായി പഠിച്ചാൽ ആ ടോപ്പിക് കംപ്ലീറ്റ് ആയി. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്താണ് ബഫർ സൊല്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ. അതിന് എക്സാമ്പിൾ വെച്ച് ഡെഫിനിഷൻ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the solution which resist in pH on dilution or with the addition of small amount of acid or alkali are called buffer solution. നിങ്ങൾ ഡെഫിനേഷൻ വായിച്ചപ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മളൊരു ബീക്കർ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, അതിനൊരു പ്രത്യേക pH ഉണ്ടെന്ന് വിചാരിക്കുക. ഏതൊരു സൊല്യൂഷൻ ആണെങ്കിലും pH ഉണ്ടാവുമല്ലോ. 7 ആണോ 8 ആണോ നമ്മൾ നോക്കിയിട്ട് pH കാൽക്കുലേറ്റ് ചെയ്ത് pH ഉണ്ടാവുമല്ലോ. ഈ ഒരു സൊല്യൂഷനിക്ക് നമ്മൾ ആസിഡോ അല്ലെങ്കിൽ ബേസോ എന്തെങ്കിലും ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ആസിഡ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു ആസിഡ് ആഡ് ചെയ്താൽ ഈ ഒരു വെള്ളം എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ ഒരു ആസിഡ് ആയതിൽ ആ ഒരു വെള്ളം ആസിഡായി മാറണ്ടേ. പക്ഷേ ഈ ഒരു ബഫർ സൊല്യൂഷൻ ആണെങ്കിൽ ഇവൻ ആസിഡ് ആഡ് ചെയ്താലും ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ്റെ ഈ ഒരു pH വാല്യൂ ചേഞ്ച് ചെയ്യണമെന്ന് റെസിസ്റ്റ് ചെയ്യും. ബഫർ സൊല്യൂഷനിലേക്ക് നമ്മളൊരു ആസിഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ആസിഡായി മാറൂല. ഇവൻ എന്ത് ചെയ്യും, ഇവരെ pH വാല്യൂ മാറുന്നതിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനത്തെ സൊല്യൂഷനെ പറഞ്ഞ പേരാണ് ബഫർ സൊല്യൂഷൻ. ഒരു ബീക്കറിൽ നമ്മൾ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്താൽ ശരിക്കും അതിൻ്റെ pH മാറേണ്ടതാണ്. അത് ആസിഡിൻ്റെ pH ആയി മാറണം. സത്യസന്ധമായിട്ടും അതൊരു pH മാറിയിട്ടുള്ള സൊല്യൂഷനായി മാറണം. പക്ഷേ നമ്മളൊരു ആസിഡ് ഒരു സൊല്യൂഷൻക്ക് ആഡ് ചെയ്തു, പക്ഷെ അവൻ്റെ pH മാറിയില്ല, അവൻ മാറണില്ല. അങ്ങനത്തെ സൊല്യൂഷനെ പറഞ്ഞ പേരാണ് ബഫർ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ബഫർ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആസിഡോ അല്ലെങ്കിൽ ആൽക്കലി ആഡ് ചെയ്യുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും, pH മാറാതെ അവൻ ആ pH വാല്യൂ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ദി സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ pH. അഥവാ നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്തോ ആൽക്കലി ആഡ് ചെയ്യുന്ന സമയത്തോ അവൻ്റെ pH ചേഞ്ച് ആവുന്നതിന് അവൻ റെസിസ്റ്റ് ചെയ്യും. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. അതിന് പറഞ്ഞ പേരാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയാം.
അല്ലേ? ആസിഡ് ആഡ് ചെയ്താൽ ശരിക്കും അത് ആസിഡായി മാറേണ്ടതാ, അല്ലെങ്കിൽ ആൽക്കലി ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ബേസായി മാറേണ്ടതാ. രണ്ടും ആയി മാറൂല. അവൻ ആ പി എച്ച് മാറാതെ, പി എച്ച് മാറിക്കഴിഞ്ഞാൽ ആസിഡോ ബേസായി മാറും. അത് മാറാതെ അവൻ്റെ ആ ഒരു പി എച്ചിനെ നിലനിർത്താൻ കഴിവുള്ള സൊല്യൂഷനെ, റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ള സൊല്യൂഷനെ നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നു. ബഫർ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ബഫർ സൊല്യൂഷൻസ്. ഒന്നാണ് അസിഡിക് ബഫർ സൊല്യൂഷൻ, രണ്ടാമത്തതാണ് ബേസിക് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് അസിഡിക് ബഫർ സൊല്യൂഷനും ഒന്ന് ബേസിക് ബഫർ സൊല്യൂഷനും. എക്സാമ്പിളുകൾ കൃത്യമായി ഫോക്കസ് ഏരിയയിൽ കൊടുത്തതുകൊണ്ട് നമ്മൾക്ക് എക്സാമ്പിൾ പഠിക്കൽ അത്യാവശ്യമാണ്. 2 ടൈപ്പ് ഓഫ് അസിഡിക് സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് അസിഡിക് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. അഥവാ വീക്ക് ആസിഡ് അവൻ്റെ സാൾട്ടും കൂടെ സ്ട്രോങ് ആസിഡിനോട് കൂടി ചേർന്നിട്ടുള്ള മിക്സ്ചറിനെ പറഞ്ഞ പേരാണ് അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ. വീക്ക് ആസിഡും ഉണ്ട്, ആ വീക്ക് ആസിഡിൻ്റെ സാൾട്ടും ഉണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രോങ് ബേസിനോട് കൂടി ചേർന്നിട്ട് ഒരു ബഫർ സൊല്യൂഷൻ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബഫർ സൊല്യൂഷനെ പറഞ്ഞ പേരാണ് ആസിഡിക് ബഫർ. എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ എ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. ഇതെന്താണ്? അസിഡിക് ബഫറായിട്ട് ആക്ട് ചെയ്യും. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അസിഡിക് ബഫറിന് എക്സാമ്പിളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് അസിഡിക് ബഫറായിട്ടാണല്ലോ ആക്ട് ചെയ്യേണ്ടത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. എന്താണ് അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ? മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. അത് പഠിച്ചു വെക്കുക. ഈ ഒരു ലൈൻ പഠിച്ചു വെക്കുക. അതാണ് എന്ത്? അസിഡിക് ബഫർ. എക്സാമ്പിൾ അസറ്റിക് ആസിഡ് വിത്ത് സോഡിയം അസറ്റേറ്റ്. എക്സാമ്പിൾ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. അഥവാ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ പഠിച്ചു വെക്കണം. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതിന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇവിടെ വീക്ക് ബേസാണ് പറഞ്ഞത്, ഇവിടെ എന്താ? വീക്ക് ആസിഡ് എന്നാണ് പറഞ്ഞത്. ആൻഡ് സാൾട്ട് ഇവിടെ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ്. അതേ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. വീക്ക് ബേസും അതിൻ്റെ സാൾട്ടും സ്ട്രോങ് ബേസിനോട് കൂടി ചേരുന്ന ബഫറിന് പേരുന്ന പേരാണ് ബേസിക് ബഫർ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിക്സ്ചർ ഓഫ് NH4OH ആൻഡ് NH4Cl. ഈ 2 എക്സാമ്പിളുകളും കൃത്യമായി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബഫർ സൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ബഫർ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ പി എച്ച് മാറാതെ അവൻ്റെ പി എച്ചിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സൊല്യൂഷൻ പറഞ്ഞ പേരാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ഓൺലി എന്ന് പറഞ്ഞിട്ട് ബഫർ സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ബഫർ സൊല്യൂഷൻ്റെ കാര്യം ഡെഫിനിഷനും എക്സാമ്പിളും പഠിച്ചാൽ നമുക്ക് എല്ലാ കാര്യവും ക്ലിയറായി. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ലോ നമ്മൾ പഠിക്കണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പഠിക്കണം. അത് ഗ്യാഷ്യസ് സിസ്റ്റത്തിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. ഈ ഒരു 3 ആൾക്കാരെ കൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ് എന്താണ്, ബേസ് എന്താണ് പഠിക്കണം. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടറിന് ഇക്വേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിക്കണം. പി എച്ച് സ്കെയിൽ വരക്കാൻ പഠിക്കണം. എവിടെയാണ് ആസിഡ്, എവിടെയാണ് ബേസ്, എവിടെയാണ് ന്യൂട്രൽ എന്ന് പഠിക്കാൻ പഠിക്കണം. ബഫറിൻ്റെ സൊല്യൂഷൻ ഡെഫിനിഷൻ എന്താണ്, അതിന് എക്സാമ്പിളും പഠിച്ചാൽ ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. നമ്മൾ 2 പാർട്ടുകളിലായിട്ട് ഈ ഒരു ക്ലാസ്സിനെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൻ്റെ 2 പാർട്ടുകളായിട്ട് ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫുൾ ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് 2 പാർട്ട് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാൻ പറ്റും. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളൊരു പാഠം പഠിച്ചതിന് ശേഷം ഓരോ റിയാക്ഷൻസ് എഴുതിയെടുത്തിട്ട് ഏത് ആസിഡ് ഏതാണ് ബേസ് എന്ന് കൃത്യമായി പഠിക്കാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.